നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ടെക്നിക്കൽ എക്യുപ്മെൻ്റിൻ്റെ പേരാണ് ക്രാമ്പിംഗ് ടൂൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ സുപരിചിതമായിരിക്കും ക്രാമ്പിംഗ് ടൂൾ. ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്നത് D-Linkൻ്റെ ഒരു ക്രാമ്പിംഗ് ടൂളാണ്. ക്രാമ്പിംഗ് ടൂൾ സാധാരണയായി യൂസ് ചെയ്യുന്നത് നമ്മൾ RJ45, RJ12, RJ11 ഈ കണക്ടറൊക്കെ UTP ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള വയറുമായിട്ട് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രാമ്പിംഗ് ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ തന്നെ ക്രാമ്പിംഗ് ടൂളിൽ ഒരു കട്ടറായിട്ടുള്ള പോർഷൻ ഉണ്ട്. മറ്റ് 8 വയറിൻ്റെതും 4 വയറിൻ്റെതും 6 വയറിൻ്റെതുമായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പോർട്ടുകളും ഇതിലുണ്ട്. അപ്പോൾ ഈ ഓരോ പോർട്ടും എന്തിനാണ് യൂസ് ചെയ്യുന്നുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ക്രാമ്പിംഗ് ടൂൾ വെച്ച് ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള കണക്ടർ ജോയിൻ്റ് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മളത് കയ്യിലുള്ള വയറിലേക്ക്. അപ്പോൾ ഇതിൽ 8 പോർട്ട്, അതായത് 8 പോർട്ടുള്ള 8P എന്ന് എഴുതിയിട്ടുള്ള സ്ഥലത്ത് നമ്മുടെ RJ45 സാധാരണ നമ്മൾ LAN കണക്ടിവിറ്റി നെറ്റ്വർക്ക് കേബിളായിട്ട് യൂസ് ചെയ്യുന്ന UTPയിലെ സ്ട്രെയിറ്റ് കേബിളും ക്രോസ് കേബിളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് RJ45 കണക്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പൊസിഷൻ യൂസ് ചെയ്യുന്നത്. നമ്മളിത് RJ12 എന്ന് പറഞ്ഞാൽ നമുക്ക് പല ഡിജിറ്റൽ ടെലിഫോണിലേക്കും മറ്റ് ഡിജിറ്റൽ പ്ലെയറിലേക്കും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കണക്ടർ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 6P എന്ന് എഴുതിയിട്ടുള്ള ഇതിൻ്റെ പോർഷൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പിറകിലത്തെ വശത്തായിട്ട് 4P എന്ന് എഴുതിയ സ്ഥലത്ത് നമ്മൾ സാധാരണ ടെലിഫോണിൽ യൂസ് ചെയ്യുന്ന RJ11 അല്ലെങ്കിൽ ഡിജിറ്റലായിട്ടുള്ള 2 പെയറിൻ്റെ കണക്ടർ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ളതാണ് ഇത്രയും തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള നെറ്റ്വർക്ക് പവർ കണക്ടേഴ്സ് ഇവിടെ കാണാൻ പറ്റും. RJ45, RJ12, RJ11 എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നെറ്റ്വർക്കിംഗ് കേബിൾസ് കണക്ടേഴ്സാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ സാധാരണ ടെലിഫോണിൽ യൂസ് ചെയ്യുന്ന RJ11. നമ്മുടെ വീട്ടിലൊക്കെ ഒരു കാലത്ത് ലാൻഡ് ലൈൻ ടെലിഫോണുകളൊക്കെ യൂസ് ചെയ്തിരുന്ന ഈ കണക്ടറാണിത്. അപ്പോൾ ബാക്കി മെയിനായിട്ട് നമ്മൾ നെറ്റ്വർക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് മെയിൻ എന്ന് പറയുന്നത് RJ45 ആണ്. ഇത് RJ11 ആണ്. RJ11, RJ12 ഒക്കെ നമ്മളിപ്പോൾ ടെലിഫോണിന് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് വയറുമായിട്ട് കണക്റ്റ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള RJ45, അതായത് 8 വയേഴ്സ് ഇതിൽ കാണും. ഇതാണ് നമ്മുടെ സാധാരണ യൂസ് ചെയ്യുന്ന LAN കേബിളായിട്ടുള്ള Cat5 UTP ആണ്. ഇത് Cat5 അല്ല, Cat5ൻ്റെ D-Linkൻ്റെ ഒരു Cat5 കേബിളാണിത്. Cat6 കേബിളാണ്. അപ്പോൾ ഇതിൽ 8 വയേഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മൾ സാധാരണ നമ്മളെ നെറ്റ്വർക്കിങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രെയിറ്റ് കേബിളും ക്രോസ് കേബിളും ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കേബിളാണിത്. അപ്പോൾ ഇതിനെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് RJ45 ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകതരം കട്ടറിൻ്റെ ആവശ്യങ്ങളോ മറ്റോ ഒന്നുമില്ല. നമ്മുടെ ഈ ക്രാമ്പിംഗ് ടൂളിൽ തന്നെ ഈ ഒരു കട്ടിംഗ് പോർഷൻ ഉണ്ട്. അപ്പോൾ കട്ടിംഗ് പോർഷനിൽ ജസ്റ്റ് ഒന്ന് ഈ കേബിൾ വെച്ച് ആക്യുറേറ്റായിട്ട് നമ്മൾ വേണ്ട സ്ഥലം എടുത്ത് അത്രയും ഭാഗം ഇതിൻ്റെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് റൂൾ ചെയ്താൽ മാത്രം മതി. റൂൾ ചെയ്യുമ്പോഴേക്കാണ് നമുക്ക് ആ മുകളിലത്തെ ഔട്ടർ ഇൻസുലേറ്റർ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ സ്ട്രെങ്തനിങ് മെറ്റീരിയൽ, അതിൻ്റെ നടുക്കുള്ളൊരു സ്ട്രെങ്തനിങ് മെറ്റീരിയൽ ഉണ്ട്, അതിന് നമുക്ക് കട്ട് ചെയ്തിട്ട് കളയാം. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ വയർ, ഇത് 4 പെയർ വയറാണിത്. ഇതിൽ നമുക്കറിയാം
ഓറഞ്ച് വൈറ്റ്, ഗ്രീൻ വൈറ്റ്, ബ്രൗൺ വൈറ്റ്, ബ്ലൂ വൈറ്റ് എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കളർ കോഡ് അനുസരിച്ചിട്ടുള്ള ഒരു വയറാണിത്. അപ്പോൾ നമ്മൾ സാധാരണ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് രൂപത്തിലേക്ക് നമ്മൾ ഈ വയറിനെ വെച്ചതിന് ശേഷം, അതായത് ഓറഞ്ച്, ഗ്രീൻ വൈറ്റ്, ബ്ലൂ വൈറ്റ്, ഗ്രീൻ, ബ്രൗൺ വൈറ്റ്, ബ്രൗൺ, ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ വച്ചതിന് ശേഷം നമ്മളിതിനെ പ്രിസൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. പ്രിസൈസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പ് നമ്മളിതിനെ നല്ല രീതിയിൽ ഒരേ ലെവലിൽ വെച്ച് നമ്മളെ കൈകൊണ്ട് നല്ല രീതിയിൽ ആക്യുറേറ്റായിട്ട് പിടിച്ച് നിൽക്കണം. പിടിച്ചതിന് ശേഷം നമ്മളിതിൻ്റെ കട്ടിങ് പോർഷനിൽ വെച്ച് ഇതിനെ പ്രിസൈസായിട്ട് ആക്യുറേറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്യുറേറ്റായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ആക്യുറേറ്റായിട്ട് ഇതിൻ്റെ സീരീസ് വൈസ് വെച്ച് പിടിക്കണം. ജസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് ഈ കട്ടിങ് പോർഷനിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇൻസേർട്ട് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് പിന്നെ പുഷ് ചെയ്താൽ ഇൻസേർട്ട് ചെയ്ത അത്രയും ഭാഗം നമുക്ക് പ്രിസൈസായിട്ട് കട്ട് ചെയ്തിട്ട് കിട്ടിയിട്ടായിട്ട് കാണാം. ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കാണ് ഇതിനെ കൃത്യമായിട്ട് 90 ഡിഗ്രിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ കട്ട് ചെയ്ത ഭാഗം നമ്മൾ RJ45 കണക്ടറിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ആക്യുറസി നമ്മളൊന്ന് പരിശോധിക്കണം. എത്ര നമ്മൾ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത. അപ്പോൾ ലാസ്റ്റ് പോർഷൻ നമുക്കിതിൻ്റെ ചെമ്പ് കാണാൻ പറ്റും. അതായത് ഇതിൻ്റെ കൃത്യമായിട്ടൊരു വയറിൻ്റെ ലേഔട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിലെ ആക്യുറസിയിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച പറ്റിയാൽ നമ്മൾ ഇതിൻ്റെ വയറ് കൃത്യമായിട്ട് നമുക്ക് കിട്ടണമെന്നില്ല. RJ45 കൃത്യമായിട്ട് ഫിറ്റ് ആവണമെന്നുമില്ല. അപ്പോൾ ഇത് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കണ്ട 8P എന്ന് എഴുതിയ 8 പോർട്ട് എന്ന് എഴുതിയ സ്ഥലത്ത് നമ്മൾ ഈ RJ45 വെച്ച് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ മാത്രം മതി. ഒരു ക്ലിക്ക് എന്നുള്ള ഒരു ചെറിയൊരു സൗണ്ട് നമുക്ക് കേൾക്കാം. അപ്പോൾ അത് കൃത്യമായിട്ട് സെറ്റായി എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ പുറത്തേക്കെടുത്ത് നമ്മൾ ഇനി ഇതേപോലെ തന്നെ മറ്റേ വശവും സ്ട്രൈറ്റ് കേബിളാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ ഇതേ സീനിയോറിറ്റിയിൽ നമ്മൾ മറ്റേ വശത്തും വച്ചതിന് ശേഷം നമ്മൾ രണ്ട് വശവും ഇതേപോലെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മളിനി ഇതിനെ നമ്മൾ ലാൻഡ് ടെസ്റ്റർ വെച്ച് നമ്മളിത് വെരിഫൈ ചെയ്യണം. ഇതിൻ്റെ ആക്യുറസി വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ലാൻഡ് ടെസ്റ്ററിൻ്റെ യൂസേജ്. അപ്പോൾ ലാൻഡ് ടെസ്റ്റർ വെച്ച് നമുക്കിതിൻ്റെ ആക്യുറസി നമുക്ക് നോക്കാം. ജസ്റ്റ് 2 പോർട്ടിൽ RJ45 പോർട്ടിൽ കണക്ട് ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ കൃത്യമായിട്ട് കണ്ടിന്യൂറ്റി ലാൻഡ് ടെസ്റ്റർ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോക്കായി ചാനൽ ഫോളോ ചെയ്യുക.